അങ്ങനെ 2 ആഴ്ച സർവൈവ് ചെയ്തു പൂനെയിൽ. ഈ ആഴ്ച ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ കുറേ ഹിന്ദി വേർഡ്സ് പഠിച്ചു. ആപ് കൈസേ ഹോ എന്നൊക്കെ വെച്ച് പിടിച്ച് നിൽക്കുക ഇവിടെ. ഇതാണ് എൻ്റെ ന്യൂ ബഡി. ഇവൻ ലൈക്ക് എൻ്റെ കൂടെ അനസ്തേഷ്യക്ക് ജോയിൻ ചെയ്തതിന്. ഇതാണ് എൻ്റെ JRs ഒക്കെ കേട്ടോ. ഇവർ സീനിയേഴ്സൊക്കെയാണ്. അപ്പം നമ്മൾ രണ്ടുപേരും എപ്പോഴും വെളിയിലൊക്കെ പോകുന്നത്. ഒരു ബോയ് എൻ്റെ കൂടെ തന്നെ വന്നു സ്പെഷ്യാലിറ്റിയിൽ. നമ്മൾ വെളിയിലൊക്കെ പോയി ഇവിടുത്തെ കടകളൊക്കെ കാണാൻ സൂപ്പർ രസമെന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ മെട്രോയിലൊക്കെ കറങ്ങാനൊക്കെ പോയി ഇവിടുത്തെ എല്ലാ വൈബും അറ്റൻഡ് ചെയ്യണം. നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കാണാൻ പോയി. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു ഫിനെക്സ് മാളെന്ന് പറഞ്ഞൊരു മാളുണ്ട്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് മോൾ എന്നാണ് പറയുന്നത്. അവിടെ കാണാൻ പോയി. പിന്നെ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യാം. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. എല്ലാവരും ഭയങ്കര ആഘോഷമൊക്കെയാണ് ബർത്ത്ഡേ വരുമ്പോൾ. കേക്കൊക്കെ റെസിഡൻസും എല്ലാവരും ഓർഡറൊക്കെ ചെയ്ത് തരും. ഭയങ്കര നല്ല രസമായിരുന്നു. ഇതാണ് എൻ്റെ സീനിയേഴ്സും എല്ലാവരും ഉണ്ട് കേട്ടോ ഈ ഫോട്ടോയിൽ. എല്ലാവരെയും കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ച്. നമുക്കിങ്ങനെ PAC പ്രീ അനസ്തറ്റിക് ചെക്കപ്പ് എന്ന് പറഞ്ഞ് വർക്കൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ഗ്രൗണ്ടിൽ ഞാൻ പോയി. നല്ല ഇൻഡോർ കോർട്ടുണ്ട്. വെളിയിൽ നല്ല വലിയ ക്രിക്കറ്റ് ഗ്രൗണ്ടുണ്ട്. നമുക്ക് ക്രിക്കറ്റൊക്കെ കളിക്കാം. ക്രിക്കറ്റ് മാച്ചസൊക്കെ ഇവിടെ ഹോസ്റ്റ് ചെയ്യും കേട്ടോ. BJMC ഗ്രൗണ്ടിൽ തന്നെ. നല്ല ഗ്രൗണ്ടാണ്. കാണാൻ നല്ല സൺസെറ്റൊക്കെ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത വെച്ചാൽ കരിമ്പൻ ജ്യൂസിനൊക്കെ 15 രൂപയുള്ളൂ. നല്ല ഫ്രഷ് കരിമ്പൻ ജ്യൂസ് ഇവിടെ തന്നെ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഇവിടുത്തെ ഒരു കോർഗൻ പാർക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഒത്തിരി പോർഷ് ഏരിയയാണ്, പക്ഷേ സെറ്റ് സ്ഥലമാണ്. നല്ല വൈബും. എവിടെ നോക്കിയാലും കഫേ, റെസ്റ്റോ, ബാസ്, അങ്ങനെ നല്ല രസമുള്ള. നമ്മളെല്ലാവരും കൂടെ അനസ്തറ്റിക് ടീംസ് എല്ലാം കൂടെ കോർഗൻ പാർക്കിൽ പോയി. അവിടെ ലൈക്ക് ഒരു ദിവസം അവിടെ ഇങ്ങനെ നമ്മൾ നൈറ്റിലൊക്കെ സ്പെൻഡ് ചെയ്തു. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് സോ ഗുഡ്. അവിടെ എല്ലാവരും നല്ല രസമായിരുന്നു. നമ്മൾ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ. പിന്നെ നമ്മൾ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസേർട്ടൊക്കെ കഴിക്കാൻ പോയി. അതും ലൈക്ക് എല്ലാവരും ഓരോ വന്ന അനുഭവങ്ങളും ചുറ്റുമുള്ള പരിചയപ്പെടലൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. അവിടെ തന്നെ ചുറ്റും ഫോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഫോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ള ശിവാജി മഹാരാജൊക്കെ ഉണ്ടാക്കിയ ഫോർട്ടും. ഈ ഫോർട്ട് നമ്മൾ പോയത് നല്ല ഹോണ്ടഡ് പ്ലേസ് ആയിരുന്നു. അതിൻ്റെ ചുറ്റും നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. അവിടെ ഞാനിങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുത്തു. നല്ല രസമുള്ള പ്ലേസ് കേട്ടോ. ചുറ്റും എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു ലാൽ മഹാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. അവിടുത്തെ ശിവാജി മഹാരാജാവിൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമായിരുന്നു അത്. കേരളത്തിൽ നിന്ന് പോയാൽ നമ്മൾക്ക് കേരളത്തിലെ ഫുഡ് മറക്കാൻ ആക്കില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ അവിടെ നിന്ന് വിളിച്ച് വരുത്തി, മലയാളി ഫ്രണ്ടിനെ വിളിച്ച് വരുത്തി. അവൻ എന്നെ കൊണ്ടുപോയി മല്ലു സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. എൻ്റെ ദൈവമേ, അവിടുന്ന് നമ്മൾ പൊറോട്ടയും ബീഫും ഫ്രൈയും കഴിച്ച ആ വികാരം എനിക്കിപ്പോഴും മനസ്സിലുണ്ട്. പിറ്റേ ദിവസം അതുപോലെ ഇതിങ്ങനെ നമ്മൾ കൊച്ചു പിള്ളേർക്കൊക്കെ വെയിൻ കണ്ടുപിടിക്കുന്ന സാധനമാണ്. അതൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി ചുമ്മാ കളിക്കായിരുന്നു. പിന്നെ ഞാൻ അവിടെ OT പോയി. OTയിൽ ഓരോ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു. അതൊക്കെ ചെയ്തു. എന്നത്തെയും പോലെ ഇത് പിന്നെ നമ്മൾ ആ വാർഡിൻ്റെ പരിസരത്തുള്ള ഇതൊക്കെയാണ്. അവിടെ നമ്മൾ ഫയൽസ് ഓരോ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഓരോ ദിവസവും ഞാനിങ്ങനെ ഈ സൺറൈസ് കണ്ടാണ് എൻ്റെ കോളേജിൽ കയറുന്നത്. ഇതൊരു 6:30 ആയിട്ടേ ഉള്ളൂ. ഞാൻ നേരത്തെ വരേണ്ടി വരും. എല്ലാ വർക്കും ചെയ്ത് പേഷ്യൻറ്റിനെ റെഡിയാക്കി OTയിലോട്ട് കൊണ്ടുപോകണ്ടേ. നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കരിക്ക് കിട്ടും. ഇവന് കരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനും എപ്പോഴും കരിക്ക് കുടിക്കും കേട്ടോ. ഇതെൻ്റെ ഒരു JR അപ്പം അവളിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടൊക്കെ പോവുകയാണ്. നല്ല വൈബാണ് എല്ലാവരും കേട്ടോ. പിന്നെ നമ്മൾ വീക്കെൻഡൊക്കെ ഇങ്ങനെ അവിടെ നല്ല ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന റെസ്റ്റോ ബാർസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പോയി ഫുഡൊക്കെ നമ്മൾ കഴിച്ചത്. അത് സൂപ്പറായിരുന്നു. ഇത് ഡിംസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നൈസായിരുന്നു ഫുള്ളായിട്ട്. ഈ ടൈമിലാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആരൊക്കെയാണ് നമ്മുടെ അടുത്ത ഫ്രണ്ട്സ്, ആരടുത്ത് നമുക്ക് കാര്യങ്ങൾ വിശ്വസിച്ച് പറയാം. എന്നാലും അത്രയ്ക്ക് വിശ്വസിക്കാൻ സമയമായിട്ടില്ലെങ്കിലും കുറേയൊക്കെ നമ്മൾ പറയുമല്ലോ, ഈ PG ഇങ്ങനെയാണ്, ഈ PG അങ്ങനെയാണ്. പിന്നെ എല്ലാവരെയും കുറിച്ച് ഒത്തിരി കംഫർട്ടബിൾ ലെവലൊക്കെ വരുമല്ലോ. അതങ്ങനെ നമ്മൾ 4 പേരും കൂടെ ഒരു സ്ഥലത്ത് പോയി എല്ലാവരെക്കുറിച്ചും പറഞ്ഞ് ഒത്തിരി ലൈക്ക് എൻജോയബിൾ ഡേ ആയിരുന്നു. പിന്നെ എല്ലാവരും ഡിഫറെൻ്റ് സ്ഥലത്തായതുകൊണ്ടില്ലേ ഭയങ്കര ഫണ്ണാണ്. എല്ലാവരുടെ ലൈഫ് ഫുൾ ത്രൂ ഔട്ട് ഡിഫറെൻറ്റ്. പിന്നെ ഫുൾ രസമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ പുതിയ അനുഭവങ്ങളും പുതിയ ആൾക്കാരും എല്ലാവരുടെ എല്ലാം ഡിഫറെൻ്റ്. അങ്ങനെ സെക്കൻഡ് വീക്ക് പൊളിയായിരുന്നു കേട്ടോ. വയ്യ പറയാം.